ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. പറയാതെ വയ്യ. അതുകൊണ്ട് ഞാനൊരു ധ്യാനത്തിൻ്റെ ഒരു അച്ഛൻ, ഏതച്ഛനാണെന്ന് ഞാൻ പറയുന്നില്ല, ആ അച്ഛൻ പറഞ്ഞ ഒരു വാക്കുകൾ പെട്ടെന്ന് ഞാനത് കേട്ടു. അച്ഛൻ പറഞ്ഞതാണ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇവ ഉപയോഗിക്കുന്നവരെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരെയും ഒരേ കണ്ണിൽ കാണാൻ പറ്റത്തില്ലല്ലോ. അതെനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. കാരണം എല്ലാവരും ഇത് ഉപയോഗിക്കുന്ന എല്ലാവരും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, എത്രയോ ആൾക്കാരാണ് ഫേസ്ബുക്കും യൂട്യൂബും ചെയ്ത് വരുമാന മാർഗം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും. അപ്പോൾ അവരെയും കൂടെ അടച്ച് പറഞ്ഞതുപോലെ ആയിപ്പോയി. കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് എനിക്കിത് ഇന്നിവിടെ പറയണമെന്ന് തോന്നി. എത്രയോ ജനങ്ങളാണ്, അങ്ങനെയാണെങ്കിൽ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാം, എത്രയോ ജനങ്ങളാണ് നമ്മൾ ധ്യാനത്തിൽ കൂടാനിരിക്കുന്നത്. എത്രയോ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ധ്യാനം കൂടാനിരിക്കുകയാണ്. വല്ല പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ധ്യാനമൊക്കെ എനിക്കിഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ കാണിക്കുന്ന വക്രതയും വഞ്ചനയും, ധ്യാനം കൂടാനിരിക്കുമ്പോൾ പോലും നമ്മളോട് കുശുമ്പിൽ നോക്കുകയും മറ്റും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ താൽക്കാലികമായിട്ട് ധ്യാനം കൂടുന്ന ഒരാഴ്ച നല്ല വ്യക്തികളായിരിക്കും, പിന്നെയും വീണ്ടും റിപ്പീറ്റായിട്ട് തുടങ്ങുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു പാഠമാണ്, നമ്മുടെ പ്രവൃത്തികളാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വരേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പ്രവൃത്തിയിൽ കാണിക്കുമ്പോഴാണ്, അല്ലാതെ മറ്റുള്ളവരോട് ദ്രോഹം കാണിച്ചു വെച്ചിട്ട് ധ്യാനത്തിനിരുന്ന് ആ സമയത്തേക്ക് വേണ്ടി മാത്രം എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. ധ്യാനവും സ്പിരിറ്റും ഒക്കെ ആ സമയത്തേക്ക് വേണ്ടിയുള്ളതാണ്. നിരീശ്വരവാദിയെന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളെന്നോ എന്നെ പറയാൻ പറ്റുകയില്ല. കാരണം ഇതെല്ലാം അനലൈസ് ചെയ്തെടുത്തൊരു വ്യക്തി തന്നെയാണ് ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത് ഇവിടെ പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. എങ്ങനെയാണ് ഇത് ആൾക്കാർ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. നന്ദി, നമസ്കാരം.